താങ്കൾ നസീം എന്ന് പറഞ്ഞ ആളാണോ? അതെ. താങ്കൾ ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ ഒരു വാഹനം വാങ്ങിയെന്ന് പറയുന്നത്, ആ വാഹനത്തിനെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക്? അതായത് ഞാനിപ്പോ ഏറ്റവും പുതിയത് മേടിച്ചതെന്ന് പറഞ്ഞാൽ ആളില്ല കാറാണ്. അത് ഗൂഗിളിന്റെ ഒരു പ്രത്യേക സജ്ജീകരണം വെച്ചിട്ടുള്ള കാറാണ്. അത് ആള് വേണ്ട, ഡ്രൈവർ വേണ്ട. നമ്മൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തിട്ട് അത് എങ്ങോട്ട് വിട്ടാലും അവിടെ പോയി അത് പാർക്ക് ചെയ്ത് അതിന് വേണ്ട നമ്മൾ പർച്ചേസിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അങ്ങനത്തെ ഒരാൾ ഉണ്ടായാൽ മതി. അതായത് ഡ്രൈവർ വേണമെന്നില്ല. അങ്ങനത്തെ ഒരു കാറാണ് ഇപ്പൊ ഞാൻ ഏറ്റവും പുതിയത് എടുത്തത്. അതാണ് ബ്ലാക്ക് കാർ എന്ന് പറയുന്നത്. അതെ അതെ അതെ. ഈ ബ്ലാക്ക് കളർ കാറാണ് ഞാനത് എടുത്തത്. അതിനകത്തേക്ക് ഡ്രൈവർ വേണ്ട, നമ്മൾ ഓട്ടോമാറ്റിക് സിസ്റ്റം, ഫുള്ളായിട്ട് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉള്ള കാറാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് കാറുകളുണ്ട്. ഒരു ഗൂഗിള് തന്നെ 2 കാറാണുള്ളത്. ഒന്ന് ബ്ലാക്ക്, അതിന്റെ റെഡ് കളറാണുള്ളത്. അതിന്റെ കൂടെ തന്നെ ഉണ്ട് ആ റെഡ് കളർ കാറും ഞാൻ എൻ്റെ കാർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കയ്യിൽ ഒരുപാട് കാറുകളുണ്ട്. ഇപ്പോൾ ലംബോർഗിനി 3 എൻ്റെ കയ്യിലുണ്ട്. 3 താങ്കൾ വാങ്ങി. ഇത്രയും വാഹനങ്ങളോട് എത്ര കൂടുതൽ പ്രിയം വരാൻ കാരണം? അതായത് എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ബൈക്കുകൾ മേടിച്ചു തന്നിരുന്നു. ബൈക്കാണ് എൻ്റെ കൂട്ടുകാരെ പണ്ട് ചെറുപ്പം മുതലേ ബൈക്കായിരുന്നു. പിന്നെ ഞാൻ വലുതായപ്പോൾ കാറുകളോടായി പ്രിയം. ഇപ്പോൾ കാറ് 3 ലംബോർഗിനി, അതുപോലെ തന്നെ സ്പോർട്സ് വണ്ടികൾ, അതായത് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് മേടിച്ച ഒരു ബൈക്ക് സ്പോർട്സ് ബൈക്കാണ്. അത് എൻ്റെ കൂട്ടുകാരൻ കൊണ്ടുവന്നേ ഉള്ളൂ. അതാണ് ഈ താങ്കൾ അല്ല, അത് റെഡ് കളറാണ് ഞാൻ ഫസ്റ്റ് മേടിച്ചത്. അത് കഴിഞ്ഞ് ഞാനിപ്പോ മരുഭൂമി കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം പോലീസുകാരെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരു ദബ്ബാബാണ്. സൗദി പോലീസായിരുന്നു. അതെ, സൗദി പോലീസിന്റെ കയ്യിൽ നിന്ന് മേടിച്ച ദബ്ബാബാണ് ഇത്. മരുഭൂമി കൂടെ മാത്രം പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. താങ്കൾ കൂടുതൽ യാത്രയോട് പ്രിയങ്കരമുള്ള ആളായിരുന്നു. അതെ അതെ. ഞാൻ കൂടുതലായിട്ട് ലംബോർഗിനി കൊണ്ടായിരുന്നു ഞാൻ പോയിരുന്നത്. ലംബോർഗിനി ആകുമ്പോൾ ഇവിടെ പെട്രോളിന് ക്യാഷ് കുറവായതുകൊണ്ട് ഒരുപാട് കിലോമീറ്റർ കിട്ടൂലെങ്കിലും 1 ലിറ്റർ പെട്രോളിന് 1 കിലോമീറ്റർ എന്ന രീതിയിൽ കിട്ടുള്ളെങ്കിലും പെട്രോളിനോട് വില കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ലംബോർഗിനി ഉപയോഗിക്കുന്നത്. താങ്കൾ നാട്ടില് വാഹനം എങ്ങനെ? നാട്ടില് ടാക്സ് ഇതൊക്കെ പാടെ കൂടിയത് കൊണ്ട് ഞാൻ ഇപ്പൊ നാട്ടിലേക്ക് അത് കടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ ഇവിടെ തന്നെ ഇത് ഒരുപാട് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്റെ കൂട്ടുകാർ കംപ്ലീറ്റ് എന്റെ കാർ കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും ഞാൻ ഈ കാറാണ് കൊടുക്കാറുള്ളത്. ലംബോർഗിനിയാണ് കൂടുതലായിട്ട് അവർ കൊണ്ടുപോകുന്നത്. കാരണം ഇപ്പോ ഏതോ ഒരു പയ്യൻ മണ്ടൂരത്തെ എടുത്തെന്ന് പറയുന്നു ഒരു ലംബോർഗിനി. അവന് ഒരിടത്ത് 3 ഞാൻ എടുത്തു. ബാക്കി 16 പീസ് ഉണ്ട്. അത് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ അടുത്താണ് ഒരെണ്ണം ഉള്ളത്. അവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലംബോർഗിനിയാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ആ 16 ഞാൻ സ്വന്തമാക്കും. ഒരെണ്ണം ആ വണ്ടൂർക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അറിയില്ല. അവൻ അവിടെ ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ പറയണേ. അവിടെ അവര് ഒളിപ്പിച്ചു വെക്കാൻ കാരണം അത് എന്താണ് വ്യക്തമായിട്ട് എനിക്കറിയില്ല. അവന് താങ്കൾക്ക് ഇതിനോട് അന്വേഷണത്തെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നം വരും എന്നുള്ള ഒരു ഭയം താങ്കൾക്കുണ്ടോ? ഇല്ല, ഞാനിത് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ എല്ലാ ടാക്സും എല്ലാം അടച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. അല്ലാണ്ട് ഇതിന്റെ മോണ്ടക്ക് ബോഡി കെട്ടിയിട്ടോ അല്ലാണ്ട് ഒന്നുമല്ല. പിന്നെ താങ്കളിലേക്ക് തിരിച്ചു വരാം.